السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. പ്രിയപ്പെട്ട RSCയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, RSCയുടെ 30ാം വാർഷികം 30 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ആഘോഷമായ ത്രൈവ് ഇൻ 30 എന്ന മഹത്തായ പദ്ധതിയുടെ ഭാഗമായി 1000 യൂണിറ്റുകളിൽ 17 രാജ്യങ്ങളിലായി നടക്കുന്ന വിഭവം കരുതണം വിപ്ലവമാവണമെന്ന മഹത്തായ സ്ലോഗനിൽ യൂത്ത് കോൺഫറൻഷ്യ എന്ന പ്രോഗ്രാം, അതിൻ്റെ അൽ നഹ്ദ യൂണിറ്റ് തല പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്താനുള്ളത്, RSC ഇന്ന് വളർന്ന് പന്തലിച്ച് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. 30 വർഷ കാലയളവ് കൊണ്ട് 17 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് 1000-ഓളം യൂണിറ്റുകളിലായി ലക്ഷക്കണക്കിന് പ്രവർത്തകരെ പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമായി RSC മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്രയും വലിയ സ്വീകാര്യത ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. അടിസ്ഥാനപരമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വലിയ തോതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് RSC കഴിഞ്ഞ 30 വർഷ കാലയളവ് പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രവാസ ലോകത്തെത്തിപ്പെടുന്ന ഏതൊരു ചെറുപ്പക്കാരൻ്റെയും പ്രതീക്ഷയായി, അവൻ്റെ രക്ഷാകവചമായി നിലകൊള്ളാൻ RSCക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, പ്രവാസത്തിൻ്റെ സാധ്യതകളിൽ പലപ്പോഴും അഭിരമിച്ച് വഴിപിഴച്ചു പോവാൻ സാധ്യതയുള്ള യുവതലമുറ, ആ യുവതലമുറയ്ക്ക് കൃത്യമായ ധൈഷണികമായ നേതൃത്വം നൽകാൻ RSCക്ക് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഇത് വെറും വാക്കിൽ പറയുന്നതല്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം, ഒരുപാട് ദുരിതങ്ങളിൽ പെട്ടുപോയ, പലപ്പോഴും വേദനകൾ അനുഭവിക്കുന്ന, അതല്ലെങ്കിൽ ആരുടെയോ പ്രേരണയാൽ തൻ്റേതല്ലാത്ത കുറ്റത്തിന് വേദന അനുഭവിക്കേണ്ടി വന്ന നിരവധി ജീവിതങ്ങൾക്ക് പുതു സ്വപ്നങ്ങൾ കാണാൻ RSC വഴി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുവാക്കൾ ഈ സംഘടനയിലേക്ക് എന്നും ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുഴുവനും ആശീർവാദത്തോടു കൂടി ഇത്രയും കാലയളവിൽ പ്രവർത്തിച്ചിട്ട് പ്രവാസ ലോകത്ത് വലിയ അടയാളപ്പെടുത്തലുകൾക്ക് RSCക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ യൂത്ത് കോൺഫറൻഷ്യയിലൂടെ RSC മുന്നോട്ട് വെക്കുന്ന പുതിയ പ്രമേയം വിഭവം കരുതണം വിപ്ലവമാവണമെന്നുള്ള പ്രമേയവും അത്തരം ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹത്തെ തന്നെ എത്തിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലാണ് RSC ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഈ പ്രപഞ്ചം വിഭവ സമൃദ്ധമാണ്, നമുക്കറിയാം. പ്രത്യേകിച്ച് ഭൂമി ലോകത്ത് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ കനിഞ്ഞേകിയിട്ടുണ്ട്. വിഭവ സമൃദ്ധമായ ഈ ഭൂമി ലോകത്ത് ഇതിൻ്റെ സമുദ്രവും
കരയും എല്ലാം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹു പഠിച്ചത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് അള്ളാഹു പറയുകയും അതോടൊപ്പം തന്നെ ഈ ഭൂമി ലോകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഭൂമിയിലുള്ളതും ഈ പ്രപഞ്ചത്തിലുള്ളതുമായ മുഴുവൻ അനുഗ്രഹങ്ങളും മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത് ഒരേ ഒരു ലക്ഷ്യത്തിലാണ്. ഇത് മുഴുവനും അനുഭവിക്കാനും ഇത് നന്മയുടെ വഴിയിൽ പ്രയോഗിക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഈ ഭൂമി ലോകത്ത് സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതും അത് തന്നെയാണ്. അങ്ങ് ഈ ഭൂമിയുടെ മുഴുവനും ഈ ലോകത്തിൻ്റെ മുഴുവനും സൃഷ്ടിപ്പിൻ്റെ മുഴുവനും അനുഗ്രഹമായി ഞാൻ നിയോഗിച്ചിരിക്കുന്ന ഈ ലോകത്തിൻ്റെ തന്നെ അനുഗ്രഹ നിയുക്താവാണ്, അല്ലെങ്കിൽ അനുഗ്രഹത്തിന് വേണ്ടി ഈ ലോകത്തിന് അനുഗ്രഹത്തിന് വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ്റെ അനുയായികൾ എന്നുള്ള നിലക്ക് നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. ഈ പ്രപഞ്ചത്തെ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയും അരുതാത്തതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ മാതൃകയാവുക എന്നുള്ള വലിയൊരു ദൗത്യവും കൂടെ നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നുണ്ട്. ഈ പ്രകൃതിയെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ അമിതമായി ചൂഷണം ചെയ്തുകൊണ്ട് ഈ പ്രകൃതിയെ മുഴുവനും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ധൈഷണിക പ്രസ്ഥാനം എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. ഈ പ്രപഞ്ചത്തിലെ വിഭവങ്ങൾ അത് മറ്റുള്ള വരുന്ന തലമുറയ്ക്ക് കൂടെ ശേഷിച്ച് വെക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നശിച്ചു പോകാൻ പാടില്ല. നമ്മുടെ കൈകടത്തലുകളെ കൊണ്ട് വമാ തുൽഖു ഐദീകും ഇല തഹ്ലുക എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കൈകടത്തലുകൾ നടത്തിയിട്ട് ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ പ്രകൃതിയെ മുഴുവനും നാളേക്കു ബാക്കി വെക്കാതെ നശിപ്പിച്ചു കളയാൻ പാടില്ല എന്ന് പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ നാം ഉപയോഗപ്പെടുത്തുന്നത് അത് തീർത്തും ബുദ്ധിപരമായി ഇതിൻ്റെ നിലനിൽപ്പിന് നാശമാവാത്ത രൂപത്തിൽ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അനാവശ്യമായ രൂപത്തിൽ നാം ആവശ്യമില്ലാതെ ഈ വിഭവങ്ങൾ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നിന്നാണ് ആദ്യമായി ഇത് തുടങ്ങേണ്ടത്. നാം ഉണ്ടാക്കുന്ന വീടുകൾ ആർക്കു താമസിക്കാനാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. മനുഷ്യൻ ആരുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി നാം ഉണ്ടാക്കുന്ന വീടുകൾ ഈ പ്രകൃതിയുടെ വിഭവത്തെ മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ നശിപ്പിക്കുന്ന രൂപത്തിലായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് തുടങ്ങി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഖനാഅത്ത് പറയുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ രൂപം, അഥവാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരവസ്ഥയിൽ മനുഷ്യൻ നിൽക്കുകയും അവിടെ നിന്നുകൊണ്ട് നമ്മുടെ വീട് ആ നിലക്ക് വീട്ടിലെ അന്തരീക്ഷം മാറ്റിയെടുക്കുകയും, അപ്പോൾ വീട് മാറുമ്പോൾ സ്വാഭാവികമായും സമൂഹവും നാടും മാറും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്നുമാണ്, നമ്മളിൽ നിന്ന് തുടങ്ങി അത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത കൂടെ നമ്മളാകുന്ന മനുഷ്യർ ഏറ്റെടുക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് RSC ഈ ഒരു സന്ദേശത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് സമയമെന്ന് പറയുന്നത്. സമയത്തെ പലപ്പോഴും ആളുകൾ കൊന്നുകളയാൻ ഒന്നിനും വേണ്ടാതെ സമയം കൊല്ലുന്ന അവസ്ഥയിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹമുള്ളത്. പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് നാം കാണുന്നത് സമയത്തിന് യാതൊരു വിലയുമില്ലാതെ
സമയം എന്തിനാണ്, ഇത്രയും സമയങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്ന് യാതൊരു ബോധവുമില്ലാതെ മനുഷ്യർ ഇടപെടുമ്പോൾ ഈ സമയം മുഴുവനും നഷ്ടമാവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു നിമിഷം പോലും വെറുതെ ആവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്തി, അഥവാ നമ്മുടെ ജോലി കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള സമയം പലപ്പോഴും പ്രവാസ ലോകത്ത് പലരും ഉറങ്ങിത്തീർക്കുകയാണ്. അതല്ലെങ്കിൽ അനാവശ്യമായ ഇടപെടലുകളിൽ നടത്തി കയ്യിലുള്ള ആധുനിക യന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി അനാവശ്യതയിലേക്ക് പോകുന്നതിനപ്പുറത്ത് ആ സമയം കൂടെ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇതുവഴി RSC സമൂഹത്തോട് നൽകാനുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിപ്ലവം നമ്മൾ ഈ രാജ്യത്തിന് മുന്നോട്ട് വെക്കുന്നതുകൊണ്ട്, അഥവാ ഈ ഒരു വിപ്ലവമാണ് നമ്മളുടെ പ്രവർത്തനം കൊണ്ട് നാം പ്രതീക്ഷിക്കുന്നത്. യൂത്ത് കോൺഫറൻഷ്യ 1000ഓളം യൂണിറ്റുകൾ നടക്കുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് പ്രവാസ ലോകത്ത് മുഴുവനും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ, നമ്മുടെ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് നമുക്ക് സമർപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഇതുപോലെയുള്ള ദൈക്ഷണികമായ മുന്നേറ്റങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. നമുക്കറിയാം, നാം അധിവസിക്കുന്ന ഇന്ത്യ രാജ്യം വിശാലമാണ്. ഈ വിശാലമായ രാജ്യത്ത് നമ്മുടെ തന്നെ സമുദായത്തിൻ്റെ അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ സമൂഹത്തിൽ മാതൃകയാവേണ്ട ഏറ്റവും വലിയ സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും പുറന്തള്ളപ്പെട്ട, നിലനിൽപ്പിന് പോലും ഭീഷണി നേരിടുന്ന, അതല്ലെങ്കിൽ സ്വയം നിലനിൽക്കാൻ അവകാശമില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സമുദായം മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നാം വളരെ ദൈക്ഷണികമായ മുന്നേറ്റങ്ങൾ നടത്തി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ വ്യാപിപ്പിച്ച് എല്ലായിടത്തേക്കും, നമ്മുടെ കേരളത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും എത്തിക്കാനുള്ളൊരു പ്രതിജ്ഞ കൂടി RSCയുടെ പ്രവർത്തകരും എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും എടുക്കണമെന്ന് SSF ഇന്ത്യക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ മഹത്തായ വേദി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന വിശുദ്ധവാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലുകളാക്കി അവൻ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഈ പ്രവർത്തകർക്കെല്ലാം, യൂണിറ്റുകളിലെ അതുപോലെ നമ്മുടെ സെക്ടറുകളിലെ നേതാക്കന്മാർക്കെല്ലാം എല്ലാവിധ സന്തോഷങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.